കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു വെച്ചത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട മാതാവ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. പ്രിയപ്പെട്ട പിതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്കുള്ള ഹിജ്റയിലാണ്. വല്ലാത്ത ഏകാന്തത. എല്ലാവരും പോയി കഴിഞ്ഞു. ഒടുവിൽ ഉപ്പായും പോയി. ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാറുള്ള അബൂബക്കർ തങ്ങളും കൂടെ പോയി. മക്ക ഇളകി മറിയുകയാണ്. ഉപ്പായെ പിടികൂടാൻ ഓടി നടക്കുകയാണ്. ഖുറൈശികൾ പിടിച്ചെടുക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. സമ്മാനം നേടാൻ വേണ്ടി പലരും ഓടുന്നു. ഉപ്പായുടെ അവസ്ഥയെന്ത്? മോളുടെ മനസ്സിൽ വെപ്രാളം. മദീനയിലേക്കുള്ള പാതയിലൂടെ വളരെ ദൂരം ഓടിച്ചെന്നത്രേ. ശത്രുക്കൾ ഉപ്പായെ കണ്ടില്ല. എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? മലമുകളിലും പൊന്തകളിലും മുഴുവൻ അവർ തിരക്കി. ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല. ഖുറൈശികൾ നിരാശരായി മടങ്ങി. അവരുടെ മനസ്സിൽ പ്രതികാര ചിന്തകൾ എരിയുന്നു. ഉമ്മയും ഉപ്പയുമില്ലാത്ത വീട്. ആ വീട്ടിൽ ഒറ്റപ്പെട്ടുപോയ 2 പെൺകുട്ടികൾ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവർക്ക് ആശ്വാസമായി മറ്റൊരാൾ കൂടി ആ വീട്ടിലുണ്ട്, സെയ്ദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു. ഓർമ്മയില്ലേ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ? അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അടിമക്കുട്ടി ഇന്ന് കരുത്തുള്ള യുവാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ സംരക്ഷിക്കേണ്ട ചുമതല സെയ്ദ് റളിയല്ലാഹു അൻഹുവിനാണ്. ഖുറൈശികൾ ഏത് സമയവും കയറി വരാം, ആക്രമിച്ചേക്കാം. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് രാത്രി ഉറക്കമില്ല. ചെറിയൊരു ശബ്ദം കേട്ടാൽ ചാടി എണീക്കും. ശത്രുക്കൾ വരികയാണോ? ഈ പെൺകുട്ടികളെ എത്രയും വേഗം മദീനയിലെത്തിക്കണം, എങ്കിലേ മനസ്സമാധാനമുള്ളൂ. എളുപ്പമുള്ള പണിയല്ല അത്. ഖുറൈശികൾ ആക്രമിക്കും. വളരെ രഹസ്യമായി കടന്നു കളയണം. ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹു വരും. കുട്ടികളുമായി സംസാരിക്കും. മദീന യാത്രയാണ് ചർച്ച. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹു പറയും. ഒടുവിൽ നാടുവിടാൻ ദിവസം നിശ്ചയിച്ചു. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ കൊണ്ടുവന്നു. ഒട്ടക കട്ടിൽ വെച്ചു. ഉമ്മു കുൽസൂമും ഫാത്തിമ ബീവിയും അതിൽ കയറിയിരുന്നു. കാര്യമായിട്ടൊന്നും കരുതിയിട്ടില്ല. കുറച്ച് ഭക്ഷണം, വെള്ളം, വസ്ത്രങ്ങൾ. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചു നടന്നു. ഒട്ടകം നടന്നു നീങ്ങി. കുട്ടികൾ തിരിഞ്ഞു നോക്കി. പ്രിയപ്പെട്ട വീട്, ഉമ്മയും ബാപ്പായും താമസിച്ച വീട്. ഇന്ന് വീട് നിശബ്ദമായി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിറകണ്ണുകളോടെ വിട. അധികമാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നീങ്ങി. ഒട്ടകം ഉത്സാഹിച്ച് നടന്നു. മക്ക വിട്ടാൽ പിന്നെ ഒരു പ്രയാസവുമില്ല. മക്ക വിട്ടില്ല. അതിനു മുമ്പ് തന്നെ ശത്രു ചാടി വീണു. ഹുവൈരിസ്, ആരടാ ഒട്ടകപ്പുറത്തിരിക്കുന്നത്? സെയ്ദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞില്ല. ഹുവൈരിസ് ഒട്ടകത്തിന്റെ മൂക്കുകയറിൽ കയറി പിടിച്ചു. വിടടാ, പിടിവിടാൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ശബ്ദിച്ചു. ഒട്ടകപ്പുറത്തുള്ളവരെ താഴെ ഇറക്കടാ. താഴെ ഇറക്കില്ല, ഞാൻ ഇറക്കും, മര്യാദയ്ക്ക് മാറി നിന്നോ. ഹുവൈരിസ് വാൾ ചുഴറ്റി. 2 പേരും ഏറ്റുമുട്ടി. കുട്ടികൾ ഞെട്ടി വിറച്ചു. ഹുവൈരിസ് ഒട്ടകത്തെ വെട്ടി. അത് വേദന കൊണ്ട് പുളഞ്ഞു. വീണ്ടും വെട്ടി. ഒട്ടകം മറിഞ്ഞു വീണു. ഒട്ടകക്കട്ടിൽ തെറിച്ചുപോയി. പെൺകുട്ടികൾക്ക് വേദനിച്ചു. മനസ്സും ശരീരവും കഠിനമായി വേദനിച്ചു. ഒട്ടകക്കട്ടിലിൽ നിന്ന് പുറത്തു കടന്നു മരുഭൂമിയിലൂടെ ജീവനും കൊണ്ടോടിയവർ. എന്തൊരു രംഗം! സെയ്ദ് റളിയല്ലാഹു അൻഹു അവരുടെ പിന്നാലെ ഓടുകയാണ്. ശത്രു ആർത്തു ചിരിക്കുകയാണ്. ബേജാറ് നിറഞ്ഞ കാൽനടയാത്ര. ദിവസങ്ങളോളം നടന്നു. കാലുകൾ വല്ലാതെ വേദനിച്ചു. ശരീരം തളർന്നു. വാടിയ പൂക്കൾ പോലെയായി പ്രവാചകപുത്രിമാർ. ഒടുവിലവർ മദീനയിലെത്തി. മക്കളുടെ കോലം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയി. മുസ്ലിങ്ങൾ വാർത്ത കേട്ട് നടുങ്ങിപ്പോയി. ഫാത്തിമ മോൾ ഉപ്പായെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സാരമില്ല മക്കളെ, ഇങ്ങെത്തിയല്ലോ. ഉപ്പായുടെ സ്വാന്തനത്തിന്റെ വാക്കുകൾ. പറിച്ചു നടപ്പെട്ട ജീവിതം. മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ഇവിടെ ഖുറൈശികളുടെ മർദ്ദനമില്ല. നിസ്കരിക്കാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, ദീനിനെ പറ്റി സംസാരിക്കാം. ഉപ്പായുടെ കാര്യങ്ങൾ ഫാത്തിമ മോൾ നോക്കുന്നു. ഉപ്പാക്ക് മോൾ ഉമ്മായെ പോലെയായി. മോൾ കാര്യങ്ങൾ അന്വേഷിക്കും, അഭിപ്രായം പറയും, നിർദ്ദേശങ്ങൾ കൊടുക്കും. ഉപ്പ അംഗീകരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഭാര്യയായി വന്നു. 2 ചെറുപ്പക്കാരികൾ, ആയിഷയും ഫാത്തിമയും. ബുദ്ധിമതികളാണവർ, സുന്ദരി കുട്ടികൾ. പിന്നീടവർ പണ്ഡിത വനിതകളായി മാറി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഇതിഹാസങ്ങളായി ഇഹത്തിലും പരത്തിലും വാഴ്ത്തപ്പെട്ടവരായി. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ പലരും ആഗ്രഹിക്കുകയും ചിലർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും അത്തരം മാന്യന്മാരോടൊക്കെ അവരർഹിക്കുന്ന മാന്യതയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടക്കി. അപ്പോഴൊക്കെയും തിരുമനസ്സിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിജ്റ 2-ാം വർഷം തന്റെ മകളെ അലി റളിയല്ലാഹു അൻഹുവിന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചു. അവിടുന്ന് വിവരം അലി റളിയല്ലാഹു അൻഹുവിന് ഉണർത്തി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് ശുക്ർ ചെയ്തു.
തിരു ഉപദേശപ്രകാരം പടയങ്കി വിറ്റു. 400 ദിർഹം മഹർ കൊടുത്ത് ആ നിക്കാഹ് നടന്നു. പ്രമുഖരെല്ലാം ഒത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നടത്തി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു. ഒരു മുടഞ്ഞ കട്ടിൽ, ഈത്തപ്പന നാരി നിറച്ച തലയിണ, ഒരു തോൽപാത്രം, ഒരു കപ്പ്, ഇങ്ങനെ ഏതാനും ഉപകരണങ്ങൾ മാത്രം അതായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. നമ്മുടെ അടുക്കളയിലെ 100 കണക്കിന് ഉപകരണങ്ങൾ നോക്കുക. സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലെ ഗൃഹോപകരണങ്ങളും നോക്കുക. ഉപ്പയിൽ നിന്ന് അല്പം വിട്ടാണെങ്കിലും ആ അകൽച്ച മകൾക്കോ, മകളെ പിരിഞ്ഞത് ഉപ്പാക്കോ സഹിക്കാനായില്ല. മകൾ അടുത്തായിരുന്നെങ്കിലൊന്ന് ഉപ്പ ആശിച്ചുപോയി, കൊതിച്ചുപോയി. ഉപ്പയെ എപ്പോഴും കാണാൻ പൊന്നുമോളും കൊതിച്ചു. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് ഏതാനും വീടുകൾ പള്ളിക്കടുത്തുണ്ടായിരുന്നു. ഹാരിസ റളിയല്ലാഹു അൻഹു ആ ഉപ്പയുടെയും മകളുടെയും വിഷമങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം തിരുദൂതരോട് തന്റെ വീട് തരാം, എനിക്കുള്ളതെല്ലാം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഉള്ളതാണ്, അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ഇങ്ങോട്ട് താമസിപ്പിക്കുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ബീവി ഹാരിസ റളിയല്ലാഹു അൻഹു കൊടുത്ത വീട്ടിലേക്ക് ഉപ്പാക്ക് കാണുന്നിടത്തേക്ക് താമസം മാറ്റി. തന്റെ പൊന്നുമോളെ അതിരില്ലാതെ സ്നേഹിക്കുന്ന ആ വാത്സല്യനിധിയായ പിതാവ് എല്ലാ പ്രഭാതത്തിലും മകളെ കൊള്ളേ നോക്കും. സുബഹി ബാങ്ക് കേട്ടാൽ ആ വാതിൽ കട്ടിലിൽ പിടിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹായെ നോക്കും. ആദ്യമായി കൺകുളിർക്കി കാണും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് യാത്ര കഴിഞ്ഞു വന്നാലും പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊള്ളേ മുന്നിടും. അവിടെ കുറെ നേരം ഇരിക്കും. ശേഷമേ ഭാര്യയുടെ സമീപത്തേക്ക് പോവുകയുള്ളൂ. മുഹമ്മദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങോട്ടോ യാത്ര പുറപ്പെട്ടു. കൂടെ അലി റളിയല്ലാഹു അൻഹുവുമുണ്ട്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന് 2 വളയും കാതിൽ ഇടുന്ന 2 ആഭരണങ്ങളും ലഭിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് തന്റെ പിതാവും ഭർത്താവും വരുമ്പോൾ കാണാനായി ചുമരിൽ തൂക്കി. അവർ വന്നു. പൊന്നുപ്പ ഇത് കണ്ട് അവിടുന്ന് കനപ്പിച്ച മുഖവുമായി പള്ളിയിലേക്ക് പോയി. ഉപ്പയുടെ മോൾക്ക് ഇത് മനസ്സിലായി. തന്റെ ഉപ്പാക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. മോൾക്ക് ഒരു ദുഃഖവും തോന്നിയില്ല. മോൾ അതെല്ലാം ഊരിയെടുത്ത് ഉപ്പയെ കൊടുത്തയച്ചു. കൊണ്ടുപോകുന്ന ആളോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ റസൂലിനോട് മകൾ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ഇക്കാണുന്നതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാനും പറയണം. ദൂതൻ അത് നിറവേറ്റി. ഉപ്പ പറഞ്ഞു, മോൾ അങ്ങനെ ചെയ്തോ, മോളുടെ പിതാവ് തന്നെ ദണ്ഡം. ദുനിയാവ് മുഹമ്മദിനില്ല, മുഹമ്മദിന്റെ കുടുംബത്തിനുമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം ദുനിയാവിന് ഉണ്ടായിരുന്നെങ്കിൽ സത്യനിഷേധിക്ക് ഒരു ഇറക്ക് വെള്ളം അള്ളാഹു നൽകുമായിരുന്നില്ല. അഹ്ലു ബൈത്ത് പിറക്കുകയായി. പിന്നീട് അവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് ആദ്യമായി ഒരു പൊന്നുമോൻ പിറന്നു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിന് ഹസൻ എന്ന് പേരിട്ടു. പിന്നീട് ഹുസൈൻ, മുഹ്സിൻ, സൈനബ, ഉമ്മു കുൽസൂം എന്നിവരും ഉണ്ടായി. റുഖിയ എന്നൊരു കുട്ടി കൂടിയുണ്ടായിരുന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഈ കുട്ടികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിലുണ്ണികളായിരുന്നു. അവിടുന്ന് അവരെ കണ്ട് സന്തോഷിച്ചു, അവരോടൊപ്പം സമയം ചിലവഴിച്ചു. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നോക്കിയിരിക്കുമ്പോൾ വല്ലുപ്പ പേരമക്കൾക്കൊപ്പം കളിയിലായിരിക്കും. ആ കളിയിൽ മക്കൾക്കനുസരിച്ച് അവിടുന്ന് കുനിഞ്ഞിരുന്നു കൊടുക്കും. ഹസനും ഹുസൈനും അവിടുത്തെ പുറത്ത് കയറിയിരിക്കും. അവിടുത്തെ വാഹനമാക്കും മക്കളെയും പുറത്തേറ്റ് മുട്ടുകുത്തി നടക്കും. ലോക നേതാവ് കാരുണ്യത്തിന്റെ കേദാരം അവിടുന്ന് കാണിച്ചു തരാത്ത മേഖലയുണ്ടോ? മക്കളോട് എങ്ങനെ വർത്തിക്കണമെന്ന് മഹാലോകർക്ക് കാണാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ മക്കളോടും പേരമക്കളോടും ഒരു പിതാവ് നേരം പോകുന്നത് കാണാം. അവിടുന്ന് ലോക നേതാവ്, ഭരണാധിപനാണ്. എണ്ണിയാൽ തീരാത്ത ദൗത്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. അതിനിടയിലും മക്കൾക്കൊപ്പം കളിക്കാൻ കൂടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മക്കൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കും. ഒരു രാത്രി ഹസൻ റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞ് വെള്ളം വേണമെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ ഉമ്മയും ഉപ്പയും അലിയും ഫാത്തിമയും റളിയല്ലാഹു അൻഹുമ അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കുഞ്ഞിന് വെള്ളം കൊടുക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൗത്രന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്നത് അക്റാഹ് ബിൻ ഹാബിസ് എന്നവർ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒരാളെയും ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞു, മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹുവും കരുണ കാണിക്കുകയില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ